പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങളുടെ ഇന്ന് 2026 ജനുവരി മാസം 8-ാം തീയതി 1201 ധനുമാസം 24-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച സൂര്യോദയം 6:48 അസ്തമയം വൈകിട്ട് 6:15 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഉച്ചക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്ന് സാധാരണക്കാരനും എന്തെങ്കിലും ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈവൻ ഏത് ജാതിക്കാരും രാഹുകാലം നോക്കുന്നത് കാണാം. ശരിക്കും രാഹുകാലം ഉദയസമയം 6 മണിക്കും അസ്തമയ സമയം വൈകിട്ട് 6 മണിക്കും അനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും രാഹുകാലത്തിൽ വലിയ അന്തരങ്ങൾ വരും. പലപ്പോഴും രാഹുകാലത്തായിരിക്കും പലരും പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ ആ രാഹുകാലം കാലത്തെ 6 മണിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇവിടെ ഇന്നത്തെ ഉദയം യഥാർത്ഥത്തിൽ 6:48. അപ്പോൾ രാഹുകാലം 1:30 മുതൽ 3 എന്ന് പറയുമ്പോൾ പലപ്പോഴും 2:15 മുതലായിരിക്കാം രാഹുകാലം ആരംഭിക്കുന്നത്. ഇവിടെ ഇന്നത്തെ വ്യാഴാഴ്ചത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഇന്ന് പൂരം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1 മണി വരെ പൂരം നക്ഷത്രം, 1:30 മുതൽ 3 മണി വരെ രാഹുകാലം. അതിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഈ പൂരം നക്ഷത്രത്തിൽ വിശേഷിച്ച് മുഹൂർത്തങ്ങളൊന്നും തരാൻ പാടില്ല. എന്താണ് കാരണം? മുപ്പൂരമാണിന്ന്. പൂരം, പുരാടം, പുരൂരുട്ടാതി ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട് നമുക്ക്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട, ഇവ 7 നാൾ. തൃക്കേട്ട ജ്യേഷ്ഠ എന്ന് സംസ്കൃതത്തിൽ പറയും. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പുരാടം, പുരൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ. വിതക്കിൽ വിളയ ഭൂമോ, യാത്ര പോകിലവൻ വരാ, യാത്ര പോയ വ്യക്തി തിരിച്ചു വരില്ല. അതിനാൽ ഇന്നത്തെ ദിനം ഈ 1 മണി വരെയുള്ള സമയം, പിന്നെ രാഹുകാലം 3 മണി വരെയുള്ള സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുവദനീയമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കിന്ന് ദേവീക്ഷേത്ര ദർശനം നടത്താം. ഇന്ന് വ്യാഴാഴ്ചയാണ്. വിഷു ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് അവിടെ ദേവിക്ക് വിളക്ക്, മാല, പായസം വഴിപാടായി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗുരുവായൂരാണെങ്കിൽ അവിടെ ദേവിക്ക് അഴൽ നിവേദ്യമുണ്ട്. ദേവിക്ക് ശിവക്ഷേത്രമാണെങ്കിൽ എപ്പോഴും പിൻവിളക്കുണ്ടാകും. അവിടെ ദേവിയുണ്ട്, ദേവിയുടെ സാന്നിധ്യമുണ്ട്. വിഷു ക്ഷേത്രത്തിലൊക്കെ തന്നെ ദേവി ഉണ്ടാകാം. ഇന്ന് 1 മണി മുതൽ പിന്നെ ഉത്രം നക്ഷത്രമാണ്. ഉത്രം നല്ല നക്ഷത്രമാണ്. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്. ഷഷ്ഠി തിഥിയാണ്, 6-ാം തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണെങ്കിൽ അത് ഷഷ്ഠി വ്രതം സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ചന്ദ്രൻ കറുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്, ദുർബലമായി വരികയാണ്. ഉത്തര നക്ഷത്രം നല്ല നക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. എന്തൊക്കെയാണ് ഉത്രത്രയം? ഉത്രമുത്രാടം, ഉത്രട്ടാതി. പക്ഷേ നമ്മൾ പറയുമ്പോൾ 9 നക്ഷത്രങ്ങൾ പറയും. ഉത്രമത്തം, ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയം. സാമാന്യമായി മുപ്പൂരം എന്ന് പറയുന്നത് പോലെ ഉത്രത്രയം എന്നാൽ ഉത്രമുത്രാടം, ഉത്രട്ടാതി. പക്ഷേ ഉത്ര നക്ഷത്രത്തിനൊരു കുഴപ്പമുണ്ട്. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച്ച, രേവതി. കൃത്രിക കാർത്തിക, ഭാഗ്യം ഉത്രം, മൂലം മകം, ചിത്ര, രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. സച്ഛേഷന്തി വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അടിയന്തരമായി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് 3:45 മുതൽ 4:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. ഉത്തര നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആദിത്യനാണ്. കാർത്തിക, ഉത്രമുത്രാടം. ഇറ്റ് ഈസ് റൂൾഡ് ബൈ സൺ. സൂര്യനാരാണ്? അർക്ക ശംഭു. സൂര്യനെ കൊണ്ടാണ് ദ ഗോഡ് ശിവ ഈസ് നെറേറ്റഡ്. അപ്രകാരമാണ് ആചാര്യൻ വിശദീകരിക്കുന്നത്. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. ശിവന് കൂളമാല, ജലധാര വഴിപാടായി ചെയ്യാം. ആദിത്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ആദിത്യ ഹൃദയ മന്ത്രത്താൽ മുഖരിതമാകട്ടെ. ആദിത്യ ഹൃദയ മന്ത്രമാണ് അതിശക്തമായൊരു മന്ത്രം. കേവലം 32 ശ്ലോകങ്ങളുള്ളൊരു മന്ത്രം. രാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ തളർന്നു നിൽക്കുന്ന രാമനെ ഉത്തേജിപ്പിക്കുവാൻ അഗസ്ത്യ മഹർഷി കൊടുക്കുന്ന ഒറ്റ മൂലിയാണ് ആദിത്യ ഹൃദയം. ആ മന്ത്രം ജപിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? രാവണനെ വധിക്കുന്നത്. അത്ര കാഠിന്യമുള്ള ഒരു യുദ്ധത്തിൽ രാവണൻ നിഷ്പ്രയാസം ജയിക്കാൻ പറ്റുന്ന ശത്രു ആയിരുന്നില്ല. അതറിഞ്ഞാണ് അഗസ്ത്യ മഹർഷി ഒരു മന്ത്രം ഉപദേശിക്കുന്നത്. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സൗവസ്ഥിതം.
ദൈവദൈത്യ സമാഗമ്യ ദൃഷ്ടും അഭ്യാഗതോരണം ഉപഗമ്യാബ്രവീത് രാമം അഗസ്ത്യോ ഭഗവൻ സ്തത. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നത്തെ ദിനം മംഗളമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.